എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. സൂക്ഷ്മദർശിനി തെറ്റാണല്ലോ. സൂക്ഷ്മദർശിനി സിനിമയുടെ ഒഫീഷ്യൽ ട്രailer 5 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇത് കാണണം. ഇതിന്റെ കാസ്റ്റിംഗ് ആള് പറയട്ടോ. നടന്റെ പേര് പറയും. നടന്റെ പേര് പഠിച്ചിട്ടുണ്ട് മോനെ. ബേസിൽ ജോസഫ്. ഓ, ഇത് എപ്പോഴും തെറ്റിക്കുന്നതാണേ. അതെനിക്ക് കിട്ടൂല ആ പേര്. ആളെ മുഖവും എല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ പേര് പെട്ടെന്ന് വായിലും ഇല്ല. ബേസിൽ ജോസഫ്, നസ്രിയ. എന്റെ മോനെ, ഞാൻ വെച്ച് പെട്ടോ. ഓക്കെ, എന്തായാലും MC ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇത് ഒരു വ്യത്യസ്തമായ സാധനമാകും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഇതിലെ പ്രധാന താരം നമ്മുടെ നസ്രിയാണ്. തീർച്ചയായിട്ടും. ഇതിലെ വില്ലൻ നമ്മുടെ ബേസിൽ ജോസഫ് ആണെന്നുള്ളതാണ് ഒരു കിംവദന്തികൾ മാത്രമല്ല, നമുക്ക് തോന്നുന്ന അങ്ങനെയാണ്. ചില സംഭവങ്ങൾ കണ്ടിട്ട് പക്ഷേ അത് ഉറപ്പിക്കാനും പറ്റൂല. പല രീതിയിലും നമ്മളെ ഇവര് പറ്റിക്കും. അതെ, നമ്മൾ ഒന്നിനും വീഴാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലേ? എന്തായാലും നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കാണാം. ഓക്കെ. പുതിയ അഴിവൊക്കെ ലാൻഡ് ചെയ്യാണല്ലോ. നിന്നെ കൂട്ടാണെങ്കിൽ സൂപ്പർ ആയിട്ട്. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. പ്രിയദർശിനി ഇന്നാണ് കറക്റ്റ് ആയിട്ടൊരു അവസരം കിട്ടിയത്. കാലത്തെന്തിനാ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തോ മരപ്പെട്ടി ഓടുമ്പോ ഇനി അത് വല്ലതായിരിക്കും. തോമസ് ഏട്ടാ വലിയൊരു ഉടുമ്പറിച്ച് ബസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. കൊട്ടേഷൻ ഞാൻ അന്നേ തിരിച്ചറിഞ്ഞതാ. ഞാൻ പഠിപ്പിച്ചോണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ആ ചിരിയിൽ തന്നെ ഒരു കുട്ടിത്തമുണ്ട്. ഉറപ്പിച്ചു വില്ലൻ തന്നെ ആ ഡയലോഗിലുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എന്തൊക്കെയോ പിടിയുണ്ടോ? അടിപൊളി പരിപാടി കേട്ടോ. ഞാനും നിനക്കിപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലല്ലോ. സൂക്ഷ്മദർശിനി. ഓ, അതാരത്? ഫഹദോ? ബേസിൽ അല്ലേ? നമ്മുടെ ഇതിലെ ഫഹദാണോ ചോദിച്ചതാ? വരത്തല്ലേ? സംഭവം വരത്ത തന്നെയാണല്ലോ അല്ലേ? വേറെ അവിടുന്ന് വരുന്നല്ലേ? നവംബർ 22 സിനിമ. മറന്നായിരുന്നു. ഞാനിപ്പോ ലാസ്റ്റ് കണ്ടപ്പോ എത്ര കൊറേ സിനിമകളുണ്ട് കേട്ടോ. 21-നും 22-നുമായിട്ട് ഇഷ്ടം പോലെ. അതിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതായിട്ടതാ. ഞാനെന്നാ ഇനി ഈ അടുത്തൊന്നുമില്ല, ഇനി 5-ാം തീയതി തിയേറ്ററിൽ പോയാൽ മതി ഓർത്തിരിക്കുക. സൂക്ഷ്മദർശിനി ഉണ്ട്, പിന്നെ വേറെ കുറെ സിനിമകളുണ്ട്. എന്തായാലും സൂക്ഷ്മദർശിനി എന്നുള്ള പേര് വന്നിരിക്കുന്നത് ആളുടെ പേര് ദർശിനി എന്നുള്ളതാണ്. പ്രിയദർശിനി. ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആള്. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മദർശിനി. പ്രത്യേകിച്ച് അയലോകക്കാരൻ. അപ്പൊ ആൾക്ക് പണ്ടേ ഈ പേരുണ്ടാവാം, മേ ബി. അതാണ് ആ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം, നിന്നെ പോലെ ആവാണ്ടിരുന്നാ മതി എന്ന് പറയുന്നത്. അതായത് എല്ലായിടത്തും ആൾക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് തോന്നുന്നു. നസ്രിയ ഇപ്പം ഏതായിരുന്നു ലാസ്റ്റ് സിനിമ? ട്രാൻസ് അല്ലേ? മലയാളത്തിലോ? ട്രാൻസ്ലേഷൻ വന്നിട്ടില്ലല്ലേ?
ട്രാൻസിന് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനി ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഓർമ്മയില്ല. നമ്മുടെ നാനിന്റെ കൂടെയുള്ള തെലുങ്ക് പടം അതേ ഉള്ളൂ, അല്ലാണ്ട് വന്നിട്ടില്ല. അപ്പൊ മലയാളത്തില് ട്രാൻസിന് ശേഷം വരുന്ന സിനിമ അത് നായികയായിട്ട് ഓക്കെ. ഒരു ഗംഭീര തിരിച്ചുവരവാട്ടെ. നമ്മൾ പ്രതീക്ഷ പോലെയല്ല, എന്തൊക്കെയാ ചില നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ട്രെയിലറാണ്. ആളുടെ ബേസിലിന്റെ ഒരു ക്യാരക്ടർ അത് തന്നെ കാണിക്കുന്ന ആള് കുറച്ച് എന്താ പറയാ, ഈ കുറച്ച് ക്രൂവലായിട്ടുള്ള സംഭവം, ഈ മൃഗങ്ങളുടെ അടുത്തൊക്കെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടല്ലോ. ഈ പൂച്ചേനെ കണ്ട റീന്ന സീനൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഉടുമ്പിനെ തല്ലിക്കൊന്ന് എടുത്തിട്ട് പോവാ. വളരെ സിമ്പിളായിട്ട് പറയാം, അതായത് നാട്ടുകാർക്കൊക്കെ ഭയങ്കര കുട്ടിത്തമുള്ള ഒരു നിഷ്കളങ്കനാണെന്ന് തോന്നും. ചിരി ആയാലും ആളുടെ മൊത്തം ടോട്ടൽ അപ്പിയറൻസ് അങ്ങനെയാണല്ലോ. പക്ഷേ ആളുടെ ഉള്ളില് ആളൊരു മൃഗമാണെന്ന് തോന്നുന്നു. ആള് അത്ര വെടിപ്പല്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഇട്ട് തന്നിരിക്കുന്നത് കേട്ടോ അതിനകത്ത്. വെറൈറ്റി ആയിട്ട് കേട്ടോ ആ ആളെ കുറിച്ച് പറയുമ്പോൾ ആ ചിരി ഇട്ടതും അതിനുശേഷം ആ ചിരിയുടെ മറ്റൊരു ഷെയ്ഡ് കാണിച്ചതും, എന്നിട്ട് അങ്ങോട്ട് മാറി അങ്ങ് പോയി സാധനം. ആ ചിരി അങ്ങ് നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു നൃത്തം ദൃശ്യത്തില് നമ്മുടെ ജോർജ് കുട്ടി ചാക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന സീനൊക്കെ ഇതിനകത്ത് ചില സമയങ്ങളിലല്ലേ, അതുകൊണ്ട് ശരിക്കും ചില സമയത്ത്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ ബേസില് ഒരു സിനിമയില് അഭിനയിക്കുമ്പോ ആ സിനിമയ്ക്ക് ഇപ്പൊ ഒരു പ്രത്യേക ഒരു വലിപ്പം വരുവാണ്. കാരണം അഭിനയിച്ച സിനിമകളൊന്നും അമ്പേ പരാജയം എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് 1-2 ഹിറ്റുകളാവുള്ളൂ. ഒന്നാങ്ങാനൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് ഒരു ആവറേജ് മൂവി എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവുള്ളൂ, 1-2 ബാക്കിയൊക്കെ ഹിറ്റുകളാണ്. ഇത് അതേപോലെ തന്നെ, കാരണം നസ്രിയയും കൂടി വരുന്നതുകൊണ്ട് അതൊരു ഗംഭീര ഹിറ്റിനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഒന്ന് കണ്ടന്റ്, പിന്നെ കാസ്റ്റിംഗ് തന്നെ ഏറ്റവും വലുത്. അടിപൊളി കാസ്റ്റിംഗാ. ബേസിൽ നസ്രിയ തന്നെ കിട്ടില്ല കാസ്റ്റിംഗാ. ഫാമിലിയൊക്കെ ഇടിച്ച് കുത്തി കയറും. കുറച്ച് സിനിമ അവതരിപ്പിക്കുന്ന രീതിയും കൂടി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പറയും വേണ്ട, വേറെ ലെവലായിരിക്കും ഐറ്റം. എന്താണെങ്കിലും നവംബർ 22 വരെ കാത്തിരിക്കാം. ഇനി 6 ദിവസം കൂടി. 6 ദിവസമായ എന്തായാലും ക്രിസ്റ്റോ സേവിയറാണ് സിനിമയുടെ മ്യൂസിക്. നീയും പപ്പരം ഭാവിവാ, അതിനുശേഷം ആള് വരുന്ന ടെർബോ. പക്ഷെ അതിനകത്ത് ആ ഒരു സാധനത്തിനകത്ത് മാത്രമേ കുറച്ച് കൂടിയത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ആ ഒരു സാധനം എന്താണ് ഇതിനകത്ത് ഇപ്പൊ ഈ ട്രെയിലറിൽ ഇത് കേട്ടിട്ട് നൈസായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിന്റെ സോങ്ങിന്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതും ഗംഭീര ഒരു സാധനമായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പം സിനിമയും വെറൈറ്റി പ്രതീക്ഷിക്കുന്നു. പോവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.